സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട വിളംബര സമ്മേളനമാണ് ഈ വരുന്ന 14-ാം തീയതി മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ നടക്കാൻ പോകുന്നത്. ആ വിളംബര സമ്മേളനത്തിൽ വെച്ചായിരിക്കും ആ സമസ്തയുടെ പ്രധാനപ്പെട്ട സമ്മേളനം എവിടെ വെച്ച് നടക്കും, എങ്ങനെയായിരിക്കും, എന്തൊക്കെ തരത്തിലുള്ള പദ്ധതികളായിരിക്കും എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുക. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്ന സമസ്തയുടെ മുതിർന്ന ഉസ്താദ് കൂടിയായിട്ടുള്ള ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദാണ്. ഉസ്താദ്, 14-ാം തീയതി കോട്ടക്കലിലെ വിളംബര സമ്മേളനത്തിലായിരിക്കും അല്ലേ? എന്താണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? പ്രഖ്യാപനമായിരിക്കും അവിടെ വെച്ചിട്ടുണ്ടാകും. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 100ാം വാർഷിക പ്രഖ്യാപനം 2023 ഡിസംബർ 30 കാസർഗോഡ് നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായി SYS പ്ലാറ്റിനം ഇയർ 2024 തൃശ്ശൂർ വളരെ വിപുലമായി നടന്നു. 2025 കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കർമ്മസമാഹികം ബഹുമുഖ പദ്ധതികളോടെ സമാപനം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ സമാപിച്ചു. ഇത്രയും കാലം കാത്തിരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക ദിവസവും സ്ഥലവും പ്രമേയവും കർമ്മപദ്ധതികളും അടുത്ത ശനിയാഴ്ച 14-ാം തീയതി കോട്ടക്കലിനടുത്ത പുത്തൂരിൽ എല്ലാ ഉസ്താദുമാരുടെയും ഗുരുസാഗരം ബഹ്റുലൂലും നഗറിൽ വെച്ച് വളരെ വിപുലമായി നടക്കുന്നതാണ്. സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനമാണ് ലോകവും രാജ്യവും കേരളമൊക്കെ തന്നെ കാത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ? നേരത്തെ കാന്തപുരം ഉസ്താദും ഈ തീയതിയിൽ നമുക്ക് അവിടെ വെച്ച് പറയാമെന്നാണ് പറഞ്ഞിരുന്നത്. ഞങ്ങളുടെ അന്തിമ വാക്ക് സമസ്ത ജനറൽ സെക്രട്ടറി കാന്തപുരം ഉസ്താദിൻ്റേതാണ്. അവിടെ നിന്ന് അതിൻ്റെ എല്ലാ ക്ലാരിഫിക്കേഷനും വിശദീകരണവും 14-ാം തീയതി ശനിയാഴ്ച 4 മണിക്ക് കോട്ടക്കൽ ബഹ്റുലുലൂമിൽ നഗറിൽ നടക്കുന്നതാണ്. സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ നമ്മളോട് സംസാരിച്ച സമയത്ത് ഈ ഐക്യത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്, പൂർണ്ണമായിട്ടും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കട്ടെ എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അതിനോടുള്ള ഉസ്താദിൻ്റെ ഒരു മറുപടി? സുന്നികൾ സംഘടിക്കണം, ഐക്യപ്പെടണം എന്ന വിഷയത്തിൽ ആർക്കും രണ്ടഭിപ്രായമില്ല. ഞങ്ങളുടെ എല്ലാ ക്ലാരിഫിക്കേഷനും 14-ാം തീയതി കാന്തപുരം ഉസ്താദ് കോട്ടക്കൽ വെച്ച് പ്രഖ്യാപിക്കുന്നതാണ്. അതോടൊപ്പം അവസാനമായിട്ട് കേരള മുസ്ലിം ജമാഅത്ത് ഉൾപ്പെടെ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യം മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള വലിയ ജില്ലകളുടെ ഒരു പുനഃക്രമീകരണമാണ്. അതിലൊക്കെ തന്നെ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പ്രമേയമൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഞങ്ങൾ കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ കഴിഞ്ഞ ഡിസംബർ 16 മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും കയ്യിൽ മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വം കഴിഞ്ഞ ജനുവരി 16 മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് അവരുടെ കൈകൾ കാന്തപുരം ഉസ്താദ് വികസന രേഖ കൊടുത്തിട്ടുണ്ട്. ശേഷം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും സെമിനാറുകൾ നടത്തി ഞങ്ങളുടെ ഓരോ പദ്ധതികളും ഓരോ ജില്ലകളിലും വ്യത്യസ്തങ്ങളായ സെമിനാറുകൾ നടക്കും. എല്ലാ MLA-മാരെയും MP-മാരെയും ഉത്തരവാദിത്തപ്പെട്ടവരെയും സമീപിക്കും. ഈ വിഷയം നേടിയെടുക്കുന്നതുവരെയും ഞങ്ങൾ രംഗത്ത് നിറഞ്ഞിരിക്കും. സജീവമായി ഞങ്ങളുടെ പരിഗണനയിലുള്ള ഒന്നാണ്. കേവലം ഒരു പ്രഖ്യാപനമല്ല വികസന രേഖ. എല്ലാ മേഖലയിലും അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട രൂപത്തിൽ ലഭിക്കണം. അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് അർഹമായ ആവശ്യങ്ങൾ, അത് ജാതിയോ മതമോ വർഗമോ ഒന്നും ഞങ്ങൾ പരിഗണിക്കില്ല. ഞങ്ങൾക്കവിടെ പ്രത്യേക സമുദായം ഒന്നില്ല. എല്ലാവർക്കും കിട്ടേണ്ടത് കിട്ടുക. അതുകൊണ്ടാണ് എറണാകുളം ജില്ല വിഭജിക്കണം, അതുപോലെ തന്നെ മലപ്പുറം ജില്ല പുനഃക്രമീകരിക്കണം, രണ്ടും പുനഃക്രമീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാനുള്ള കാരണങ്ങൾ. എന്തായാലും ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദാണ് ഇക്കാര്യത്തിൽ വിശദമായി തന്നെ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. വരാൻ പോകുന്ന 14-ാം തീയതിയാണ് AP സമസ്ത വിഭാഗത്തിൻ്റെ 100ാം വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ടൊരു വിളംബര സമ്മേളനം കോട്ടക്കലിൽ നടക്കാൻ പോകുന്ന വിപുലമായ പരിപാടിയിൽ വെച്ച് തന്നെ AP അബൂബക്കർ മുസ്ലിയാർ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനം നടത്തും. അതോടൊപ്പം തന്നെ സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദ് നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുമൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.